പെണ്ണിൻ മനസ്സറിഞ്ഞ പൊന്നിൻ ശേഖരം 45 വർഷത്തെ സേവന പാരമ്പര്യവുമായി ന്യൂ മിനി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പാലസ് റോഡ് മട്ടാഞ്ചേരി. വിസ്മൃതിയിലേക്ക് പോകുന്ന മാതിക ഭാഷയുടെ ചരിത്രം തേടി കോതമംഗലം MA കോളേജ് വിദ്യാർത്ഥികൾ. മാഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്ന ലിപിയില്ലാത്ത മാതിക ഭാഷയുടെ ചരിത്രവും സംസ്കാരവും തേടിയാണ് ലോക മാതൃഭാഷാ ദിനത്തിൽ കോതമംഗലം മാർ അത്തനേഷ്യസ് കോളേജിലെ MCom മാർക്കറ്റിംഗ് ആൻഡ് ഇന്റർനാഷണൽ ബിസിനസ് വിഭാഗം വിദ്യാർത്ഥികളും അധ്യാപകരും കണ്ണൂരിലേക്ക് വണ്ടി കയറിയത്. കേരളത്തിൽ 2 പേർ മാത്രം സംസാരിക്കുന്ന ഒരു ഭാഷ, അതും ലിപിയില്ലാത്ത ഒരു ഭാഷ. വംശനാശത്തിന്റെ വക്കിൽ നിൽക്കുന്ന ഈ ഭാഷയെ കൂടുതൽ അടുത്തറിയുക എന്നതായിരുന്നു യാത്രയുടെ ലക്ഷ്യം. നാമാവിശേഷമായി മാറുന്ന മാതിക ഭാഷ സംസാരിക്കുന്ന കണ്ണൂർ കരിവള്ളൂർ കുക്കാനത്തെ KP നാരായണനെ സന്ദർശിച്ച് ഭാഷയുടെ വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞു. മലയാളം, തുളു, തെലുങ്ക്, തമിഴ് എന്നീ ഭാഷകളുടെ സമ്മിശ്രമായ മാതിക ഭാഷ കണ്ണൂർ ജില്ലയിലെ ചക്ലിയ വിഭാഗക്കാരാണ് ഉപയോഗിച്ചിരുന്നത്. കക്ക നീറ്റൽ നിത്യ തൊഴിലാക്കിയ 75-കാരനായ KP നാരായണനും സഹോദരി പുത്രി രാജാറാണി എന്നിവർ മാത്രമാണ് ഈ ഭാഷ ഇന്നും നിലനിർത്തുന്ന 2 പേർ. ഒരു കാലത്ത് ഉത്തര കേരളത്തിന്റെ പല ഭാഗങ്ങളിലും വേരുകളുണ്ടായിരുന്നു മാതിക ഭാഷയ്ക്ക്. പട്ടികജാതിയിൽപ്പെട്ട ചക്കാലിയ വിഭാഗമാണ് മാതിക ഭാഷ ഉപയോഗിച്ചിരുന്നത്. നാരായണനും രാജാറാണിയും പറഞ്ഞവസാനിപ്പിക്കുന്നിടത്ത് നിന്ന് ഏറ്റുപറയാൻ ഇനി ആരുമില്ല എന്ന് തിരിച്ചറിവില്ലെന്നാണ് സ്പീക്ക് ലോക്കൽ സെൽ ഗ്ലോബൽ എന്ന ആശയത്തിൽ MA കോളേജ് വിദ്യാർത്ഥികൾ ഇവരെ സന്ദർശിച്ചത്. എന്നേക്കുമായി വിസ്മൃതിയിലേക്ക് അണഞ്ഞുപോയേക്കാവുന്ന ഭാഷയെ കുറിച്ച് വിദ്യാർത്ഥികളായ അലൻ ബിജു, ആഷ്ലി ജോസ് എന്നിവർ നാരായണനിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. സ്റ്റുഡൻസ് കോർഡിനേറ്റർമാരായ ജസ് ജെയിംസ് പ്രസാദ്, മീര ഭി നായർ, അധ്യാപകരായ ഷാനി സദാശിവൻ, കോപിക സുഗു എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.